ഹായ് ഹലോ, ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയാലോ. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 വലിയ സവോള, 3 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, കറിവേപ്പില, കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു പിടിയോളം കുഞ്ഞുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു കുഞ്ഞു തുടം വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ രാവിലെ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടോളൂ. എൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തേക്കുന്നത്. ബാക്കി സവോളയും തക്കാളിയും പച്ചമുളകെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കി തുടങ്ങാം. ചട്ടിയെല്ലാം വെച്ചു. എണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം കടുകും പൊട്ടിച്ചെടുത്തതിന് ശേഷം പെരിഞ്ചീരകം, കുറച്ച് പട്ടയും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടും. അങ്ങനെ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. സവോള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയൊക്കെ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ മുട്ടക്കറി. അങ്ങനെ ഒരു 1/2 ടീസ്പൂണോളം മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് നല്ല മണവും നല്ല സ്വാദും ഒക്കെയാണ് ഈ കറിക്ക് കേട്ടോ. അങ്ങനെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ചാറൊന്നും ആക്കത്തില്ല, ഒരു ഗ്രേവി ടൈപ്പ് കുഴമ്പ് രൂപത്തിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നതാണ്. അതാണ് ടേസ്റ്റും കേട്ടോ. അങ്ങനെ ചാറെല്ലാം ഒന്ന് പറ്റി നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ കറി തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരെയും പ്രിയപ്പെട്ട ദോശയാണ്. അങ്ങനെ ദോശയും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ.